വാർത്തയിലേക്ക് കൂടെ കിടക്കുന്നു. ന്യൂസ് ടൈംസ് അവസാനിക്കുന്നതിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്രത്തിന് തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് SBIക്ക് നിർദ്ദേശം. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുന്നു. മിഥുൻ, കള്ളപ്പണം തടയാൻ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കാം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം അമ്പാടെ തള്ളിക്കൊണ്ട് കൂടിയാണ് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് കൂടി എത്ര വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത്? അപർണ, തീർച്ചയായും. അതായത് ഒന്നാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന് ഇപ്പോൾ കനത്ത പ്രഹരം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് അവകാശ ലംഘനമാണ് എന്ന് ഭരണഘടനാ ബെഞ്ച് വിധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അത് റദ്ദാക്കുന്നു എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള സുപ്രധാനമായ നിർണായകമായ ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരാവകാശത്തിന്റെയും ഭരണഘടനയുടെയും 19(1)A അനുച്ഛേദത്തിന്റെയും ലംഘനമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട് എന്നും കോടതി വ്യക്തമാക്കുന്നു. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയായി ഇതിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെ സ്രോതസ്സും ഒപ്പം തന്നെ അത് എത്ര രൂപ കിട്ടിയെന്നുള്ള കാര്യം രഹസ്യമാക്കി വെക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കള്ളപ്പണം തടയുക എന്ന ലക്ഷ്യത്തിലൂടെ വിവരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനയുടെ വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമത്തിലെ S-182 വകുപ്പിന്റെ ഭേദഗതി ഇതോടെ അസാധുവായെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. 2018 ഇത് സംബന്ധിച്ചുള്ള ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത്. അതിനുശേഷം ഇലക്ട്രൽ ബോണ്ടിലൂടെ കൂടി ഈ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാമെന്നുള്ളൊരു വിജ്ഞാപനമായിരുന്നു 2018 ജനുവരി 2-ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കിയെടുത്ത്. അതിനുശേഷം നേരത്തെ ഇലക്ട്രൽ ബോണ്ടുകൾ പ്രഖ്യാപനത്തോടെ തന്നെ ബോണ്ടുകളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ നിരവധി തവണ സുപ്രീം കോടതിയുടെ ഭാഗത്തെത്തി എങ്കിൽ പോലും തന്നെ ഹർജി പരിശോധിക്കാൻ സുപ്രീം കോടതി അന്ന് തയ്യാറായിരുന്നില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ പദ്ധതി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ ഹർജി വന്നിരുന്നു. അതെല്ലാം തന്നെ സുപ്രീം കോടതി നേരത്തെ തള്ളിക്കളയെന്ന് നമ്മൾ കാണുകയും ചെയ്തതായിരുന്നു. പിന്നീടാണ് നിരവധി പേർ, അതായത് നിരവധി ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. 3 മാസം മുമ്പ് ഇതിന്റെ വാദങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് സുപ്രധാന വിധി ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. കള്ളപ്പണം തടയുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം തന്നെ തള്ളിക്കൊണ്ട് ആ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരിച്ചടി ആണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി വിധി ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. MG മിഥുൻ വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം.